നമസ്കാരം, സിബി മുള്ളനിക്കാടാണ്. ബാംഗ്ലൂർ എക്സിബിഷന് പോയ യാത്രയുടെ ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോ. വെളുപ്പിനെ തന്നെ എയർപോർട്ടിലെത്തി വണ്ടി 3 ദിവസത്തിന് പാർക്ക് ചെയ്തു. അതിനുശേഷം ഷമീറിൻ്റെ ലഗേജുകളൊക്കെ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ തുറന്ന് കാണിച്ചിരുന്നു. അതൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കോയിനുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് സന്തോഷിക്കുകയായിരുന്നു. അതിലെനിക്ക് വേണ്ടപ്പെട്ട ഒരു കോയിനുണ്ട്, അതാണ് എടുത്ത് കാണിക്കുന്നത്. ഷാർജയുടെ മൊണാലിസ കോയിൻ. അപ്പോൾ അത് എടുത്തൊക്കെ കണ്ടു. കുറേ നാണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ ഒരു സുഖമല്ലേ. അപ്പോൾ എയർപോർട്ടിലിരുന്ന് ഏകദേശം 1.5 മണിക്കൂർ ഈ നാണയങ്ങളൊക്കെ കാണുമായിരുന്നു. സാധാരണ എയർപോർട്ടിൽ നേരത്തെ തന്നെ വരും. ഇങ്ങനെ പെട്ടിയായിട്ട് എടുത്ത് വെച്ച് ഓരോന്നും ചോദിച്ച്, ചിലതൊക്കെ എനിക്ക് അറിയാത്തതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം എൻ്റെ മേഖല മോഡേൺ ആണ്. അപ്പോൾ മോഡേണിൽ പെടാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ മേഖലയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഷാർജയുടെ മൊണാലിസ കോയിനാണ്. ഇത് മിക്കവാറും എൻ്റെ കയ്യിലെത്തും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം കയറാനുള്ള ടൈമൊക്കെ ആയി. ഷൈൻ ചേട്ടനുണ്ട്, നമ്മുടെ അടുത്ത സുഹൃത്ത്, സഹോദര തുല്യനായ ഷൈൻ ചേട്ടൻ, അതുപോലെ തന്നെ സേതു. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഫ്ലൈറ്റിലെത്തി. രാവിലെ 6:15 കൂടി ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ലഗേജുകളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. ലഗേജുകളൊക്കെ എടുത്ത് വെളിയിലേക്ക് പോയി. നേരെ നമ്മൾ പോകുന്നത് എക്സിബിഷൻ ഏരിയയിലേക്കാണ്. വേറെ എങ്ങനെയല്ല, എക്സിബിഷൻ ഏരിയയിലേക്കാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഏകദേശം ഒരു 8 മണി അടുത്താണ് അവിടെ ചെന്നത്. 9:30 ഹാള് തുറക്കുള്ളൂ. പക്ഷേ 8 മണി ആയപ്പോൾ തന്നെ വെളിയിൽ 8 വിൽപ്പനക്കാരുടെ തിരക്കാണ്. അവർക്ക് പ്രത്യേകിച്ച് സ്റ്റാൾ റെൻ്റൊന്നും കൊടുക്കണ്ട. അവിടെ ചെറിയ 20 രൂപയോ 30 രൂപയോ മറ്റോ മാത്രമാണ് മുനിസിപ്പാലിറ്റിക്ക് പോലുള്ളൊരു ഫീ വരുന്നത്. അത് കൂടാതെ ഇത് ഞാൻ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. അത് നിങ്ങളെന്ന് കാണിക്കാം. അതിനുശേഷം എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ എക്സിബിഷന് വീഡിയോ ഇല്ലായിരുന്നു എന്ന ഡീറ്റെയിൽ ഞാൻ പറയാം. ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കണ്ടുപോവുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഇത് വത്തിക്കാൻ്റെ നോട്ടാണ്. വത്തിക്കാൻ്റെ നോട്ടുകളുണ്ടായിരുന്ന 1700കളിൽ മാത്രമാണ്. അതിനുശേഷമോ അതിന് മുമ്പോ വത്തിക്കാൻ്റെ നോട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. 1700കളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ വൈറ്റ് പേപ്പറിൽ വരുന്ന കറൻസികൾ ഉണ്ടായിരുന്നത്. പിന്നീട് അവർ ഉപയോഗിച്ചിരുന്ന ഇറ്റാലിയൻ ലിറയും അതിനുശേഷം അവർ ഉപയോഗിച്ചിരുന്ന യൂറോയുമായിരുന്നു. അങ്ങനെ വത്തിക്കാൻ്റെ 2 നോട്ട് എനിക്ക് അവിടുന്ന് എക്സിബിഷനിൽ നിന്ന് കിട്ടി. ഞാൻ വാങ്ങിച്ചു. അതിനുശേഷം ഫ്രാൻസിൻ്റെ 1700ലെ ഒരു ചെറിയ നോട്ട്, ഇതും അവിടെ എക്സിബിഷനിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ എക്സിബിഷന് കിട്ടിയ 1-2 സാധനങ്ങൾ കാണിച്ചുകൊണ്ട് ഇനി എക്സിബിഷൻ സെൻറ്ററിലേക്ക് ഞാനൊന്ന് നിങ്ങളെ കൊണ്ടുപോയാണ്. വലിയൊരു തേനീച്ചക്കൂടാണ് ഈ സെൻറ്ററിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം ഇത്തവണ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. അതൊരു പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമല്ല, എങ്കിലും എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ക്യാമറയ്ക്ക് നിരോധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഉള്ളിലുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പുറത്തുള്ള വീഡിയോസ് ഇതുപോലെ ഞാനൊക്കെ എടുക്കാൻ ശ്രമിച്ചു. ഇവിടെ കിടക്കുന്നതൊക്കെ തന്നെ മാക്സിമം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്. ഈ കിടക്കുന്ന ഒക്കെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. കണ്ടപന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് വെളിയിൽ വിൽക്കുന്നത്. ഇതറിയാതെ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, അവരവരുടെ കയ്യിൽ കൊണ്ടുവെക്കുന്നു. പിന്നീട് എന്തെങ്കിലും ലക്ഷങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചത് വിൽക്കാൻ കൊണ്ടു കിടക്കുന്നു, അവരെ പറ്റിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തൊണ്ട കുറച്ച് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ ഒരു ചെറിയ പർച്ചേസാണ് ഈ കാണുന്നത്. ആദ്യത്തെ ദിവസം റൂമിൽ വന്നിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ചെറിയൊരു പർച്ചേസാണ് ഈ കാണുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു റൂം. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ക്രിക്കറ്റിൻ്റെ പടം വരുന്ന 10 പൗണ്ടിൻ്റെ നോട്ട്. പിന്നെ കുറച്ച് ട്രാവൻകൂറിൻ്റെ നാണയങ്ങൾ, സർപ്പക്കാശ് 1, സർപ്പക്കാശ് 2, അതുപോലെ തന്നെ ബൊമ്മക്കാശ്, അങ്ങനെയൊക്കെ ചെറിയ സാധനങ്ങൾ. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് കിട്ടിയ ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. മാൾട്ടയുടെ ക്യൂൻ എലിസബത്തിൻ്റെ നോട്ട്, അതുപോലെ തന്നെ സൈപ്രസിൻ്റെ ക്യൂൻ എലിസബത്തിൻ്റെ നോട്ട്. രണ്ടും റയറാണ്. കാരണം ആ പർട്ടിക്കുലർ മാൾട്ടയുടെ നോട്ടും സൈപ്രസിൻ്റെ ഏത് നോട്ടും ക്യൂൻ എലിസബത്തിൻ്റെ റയറാണ്. കിട്ടാൻ നല്ല പ്രയാസമുള്ളതാണ്. ഇതാണ് ബ്രിട്ടീഷ് ലിബിയ, ട്രിപ്പോളി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലോട് കൂടി വരുന്ന ബ്രിട്ടീഷ് ലിബിയയുടെ ആ ഒരു കറൻസി. ഇതും അവിടെ നിന്ന് കിട്ടിയാണ്. അതിനുശേഷം എനിക്ക് കുറച്ച് ജർമ്മൻ നോട്ട് ജിൽഡ് കറൻസികൾ കിട്ടി. ഇതൊരു ഹാർഡ് ബോർഡ് ടൈപ്പ്, നമ്മുടെ ഈ ചീട്ടുകളുടെ കൂട്ടുള്ള കട്ടിയുള്ള ഒരു തരം പേപ്പറിലാണ്. റൗണ്ട് ഷേപ്പ് കറൻസി, അതുപോലെ സ്ക്വയറിൽ വരുന്ന കറൻസി. ഹാർഡ് ബോർഡ് ടൈപ്പാണ്. അങ്ങനെ അത് കുറച്ച് നല്ല 2 കിട്ടി. പിന്നെ സൗത്ത് റഷ്യയുടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കറൻസി കിട്ടി. ഇത് സൗത്ത് റഷ്യയുടെ കറൻസിയാണ്. ഇനി മറ്റൊന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു USSRൽ നിന്നും പല രാജ്യങ്ങളായിട്ട് വിഘടിച്ചു പോയ മൊളഡോവ ആദ്യം ഇറക്കിയ ഒരു ക്യാഷ് കൂപ്പണാണിത്. ഇത് കറൻസി പോലെ തന്നെ അവർ രാജ്യമായ ശേഷം ആദ്യം ഇറക്കിയ ഇത്തരം കൂപ്പണുകളാണ് ഓരോരോ വീടുകൾക്ക് കൊടുത്തിരുന്നു. ഗവൺമെൻറ് ഭാഗത്തായിട്ട് വീടുകൾക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് കീറിയിട്ട് കറൻസിയായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഇത് കാറ്റലോഗുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 25 ഡെനോമിനേഷൻ കറൻസികളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുതിയ കുറച്ച് 25 ഡെനോമിനേഷൻസ് കിട്ടി. ഈ കാണുന്നതാണ് അബ്ഖാസിയ. ആകെ 2 കറൻസികൾ ഇറക്കിയിട്ടുള്ളൂ, 2 ഡിനോമിനേഷൻ. അതിലൊന്നാണ് എനിക്ക് കിട്ടിയത്. നെതർലൻഡിൻ്റെ ഒരു 25 കിട്ടി. നേരത്തെ എൻ്റെ അടുത്തില്ലായിരുന്നു, പലതും വന്നു പോയിട്ടുണ്ട്, പക്ഷേ എൻ്റെ അടുത്തില്ലായിരുന്നു. ബോസ്നിയയുടെ ഒരു 25 കിട്ടി. ഇതും നേരത്തെ പലപ്പോഴും ഡീൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണത് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ സാധിച്ചത്. മൊറോക്കോ ഒരെണ്ണം കിട്ടി. അതുപോലെ എനിക്ക് ക്രൊയേഷ്യയുടെ ഒരു 25 കിട്ടി. ഇതാണ് ക്രൊയേഷ്യയുടെ ഞാൻ പറഞ്ഞ കറൻസി. അപ്പോൾ അങ്ങനെ കുറച്ച് കറൻസികളെ കിട്ടി.
വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നാട്ടിൽ തിരിച്ചെത്തി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.